Good morning, all. Good morning, ma'am. Good morning. Okay, അപ്പോൾ വായിച്ചു നോക്കിയായിരുന്നോ കഴിഞ്ഞ ദിവസം എടുത്തത്? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, നമ്മള് എവിടം വരെ എടുത്ത് നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? വായിച്ചു നോക്കിയിട്ടുണ്ടാവും. അപ്പോ എവിടം വരെയാണ് എടുത്ത് നിർത്തിയത്? Sixth point. Yes. കൺട്രോളിംഗ് എച്ച് പോസ്റ്റ് വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്. ഓക്കെ, അപ്പൊ നമ്മള് കണ്ടു അല്ലെ, ഒരു പുതിയ എംപ്ലോയി ആകുമ്പോൾ അവർക്ക് പരിചിതമാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടി. എന്താണ് നമ്മുടെ ഓറിയന്റേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ള കാര്യം, അതിന്റെ പ്രത്യേകമായിട്ടുള്ള പർപ്പസ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമുക്ക് അതിന്റെ ഫിഫ്ത്ത് പോയിന്റ് വരെ സിക്സ്ത് പോയിന്റ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അവിടെ തീർച്ചയായിട്ടും തൊഴിലാളികൾക്ക് എന്താണ് അവിടെ ഒരു ഫെമിലാരിറ്റി അല്ലെ, എല്ലാ കൃത്യമായിട്ട് തന്നെ മറ്റുള്ള എന്താണ് ജോലി ചെയ്യുന്നത്, ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു അല്ലെ സഹപ്രവർത്തകരുമായിട്ട് ജോലിയുടെ സിറ്റുവേഷൻസുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് ആ ടൈം കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ എംപ്ലോയീസ് എത്രത്തോളം നല്ല വർക്ക് ചെയ്യുന്നവരാണെന്ന് എംപ്ലോയറിന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ കോസ്റ്റ് കൺട്രോളബിൾ ആക്കി കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട്, അതായത് നമുക്കറിയാം ഒരു അല്ലെ തീർച്ചയായിട്ടും ഒരു നിശ്ചിത ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് തൊഴിലാളി തയ്യാറാവില്ല. അതല്ലെങ്കിൽ ചിലപ്പോൾ പുതിയ ജോലി നേടി പോവാനായിട്ട് അവർ ശ്രമിക്കും. സോ അങ്ങനെ വരുമ്പോൾ എന്താണ്, വീണ്ടും എംപ്ലോയീസിനെ കണ്ടെത്തണം, റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ഇന്റർവ്യൂ നടപടികളൊക്കെ സ്വീകരിക്കണം. അപ്പൊ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും എംപ്ലോയിക്ക് അത് ഗുണകരമാവും, വിട്ടുപോകുന്ന നിരക്കൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മറ്റൊരു പർപ്പസ് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ദ ടീം സ്പിരിറ്റ്. എന്താണ് ടീം സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ അല്ലെ, അത് വികസിപ്പിച്ചു കൊണ്ടുവരാൻ. അതായത് അത് ഇച്ചിരി കൂടി നല്ല അല്ലെ, ഒന്നും കൂടി നന്നായിട്ട് തന്നെ നമുക്കറിയാം. ഒരു എംപ്ലോയി, പുതിയൊരു എംപ്ലോയി വരുമ്പോൾ അവിടെ എന്താണ് അവർക്കെല്ലാം ഒരു അപരിചിതമാണ് അല്ലെ. അവരെ സംബന്ധിച്ച് പുതിയ അറിവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുതിയ സിറ്റുവേഷനോട് പൊരുത്തപ്പെടുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പൊ ഈ ഓറിയന്റേഷൻ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവിടെയുള്ള സഹപ്രവർത്തകരോടുകൂടി കൂട്ടായി പ്രവർത്തിച്ച് ഒറ്റക്കെട്ടായിട്ട് തന്നെ അവർക്ക് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കാൻ സാധിക്കും. Team spirit among the colleges is facilitated when the orientation program is conducted for a group of new employees. പുതിയ എംപ്ലോയീസിന് ഈ പറഞ്ഞ ഓറിയന്റേഷൻ പ്രോഗ്രാം ഫെസിലിറ്റി അത് ആ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ എന്താണ് ടീമായിട്ട് വർദ്ധിക്കാനായിട്ടുള്ള അല്ലെ, സഹപ്രവർത്തകരുടെ കൂടെ ടീമായിട്ട് വർദ്ധിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അവിടെ ലഭ്യമാക്കി കൊടുക്കുന്നത്. In addition, the capability of each member to work in a group can also be evaluated through replication of teamwork in induction programs. Okay, നമുക്കറിയാം അവർക്ക് അല്ലെ വീണ്ടും ഒരു കൃത്യമായിട്ട് തന്നെ ഒരു ക്ലിയർ പിക്ചർ എടുക്കാൻ സാധിക്കും. വെച്ചാൽ അത് തീർച്ചയായിട്ടും അവരെ ഒന്നിച്ച് ചെയ്യുമ്പോൾ അവരെ ആ ഒരു പുതിയ എംപ്ലോയും കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് അല്ലെ എന്നതിനെ കുറിച്ചിട്ടൊരു ഇവാലുവേഷൻ അല്ലെ, ഒരു പകർപ്പെടുക്കാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും കൂടി കഴിഞ്ഞു ഓക്കെ അവിടെ ഒരു കുറവ് നമുക്ക് നികത്താനായിട്ട് സാധിച്ചു. ചിലപ്പോഴെങ്കിൽ ഒരു ലീഡർഷിപ്പിന്റെ കുറവുണ്ടാവുമായിരിക്കും. എന്ന് വെച്ചാൽ നല്ല സ്മാർട്ട് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അവയർനെസ് കുറവുണ്ടാവുമായിരിക്കും. ഓൾറെഡി അവിടെയുള്ള സഹപ്രവർത്തകർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും, പക്ഷെ പുതിയ ടെക്നിക്സും കാര്യങ്ങൾക്കും ചിലപ്പോൾ അവർക്ക് അവയർനെസ് കുറവായിരിക്കും. ഇൻ കേസ് അതും കൂടി വരുമ്പോഴെന്താണ് അവർക്ക് നന്നായിട്ട് ഒറ്റക്കെട്ടായിട്ട്
മുന്നേറാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ഉറച്ച തീരുമാനം അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഓർഗനൈസേഷനും സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് in addition the capability of each member to work in a group can also be evaluated through replication of a team work in induction program. അപ്പൊ സ്വയം അവർക്ക് ആ ഒരു ടീമിന് എന്തെങ്കിലും ഏൽപ്പിച്ചു കൊടുത്താൽ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ആക്ച്വലി എന്താണ് ന്യൂ എംപ്ലോയീസിന് എന്താണ് സഹപ്രവർത്തകരുടെ കൂടെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നു. അതോടൊപ്പം തന്നെ ഓർഗനൈസേഷനും മനസ്സിലാവുന്നു ഈ ഒരു പുതിയ മെമ്പർ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തത് കൊണ്ട് നടപ്പാക്കിയത് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ചെയ്തത് കൊണ്ട് തീർച്ചയായിട്ടും ഇച്ചിരി കൂടി നല്ല ബെറ്റർ ആയിട്ട് അവരെ ഏതെങ്കിലുമൊക്കെ ചലഞ്ചസ് വന്നാലും ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് ആ ഒരു ഗ്രൂപ്പ് ടീം വർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് അവർക്കും സാധിക്കുന്നു. ഓക്കെയാണോ? Team developing the team spirit. Okay. സമ്മതിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയും മെസ്സേജ് അയക്കുന്നതായിരിക്കും ബെറ്റർ. എനിക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ നിങ്ങൾ തമ്പ് തന്നെ അയച്ചിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് സമ്മതിക്കുന്നത്. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും എന്ന് കൂടി പറയേണ്ടതുണ്ടെങ്കിൽ പറയേണ്ടതുണ്ടോ എന്ന് അറിയാൻ കൂടിയാണ്. ഓക്കെ, സ്റ്റാർട്ടിങ്ങില് നിങ്ങൾ അപ്പൊ അതിലേക്ക് ലയിച്ചു എന്താണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഓറിയന്റേഷൻ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ടീം ഗ്രൂപ്പായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് സോഷ്യലൈസിങ് എംപ്ലോയീസ്. എന്താണ് സോഷ്യലൈസിങ് എംപ്ലോയീസ് എന്ന് പറയുന്നത്? നോക്കാം എന്താണെന്നുള്ളത്. സോഷ്യലൈസേഷൻ മീൻസ് incorporating appropriate values, beliefs and standards in the employees in order to enable the team work together with the formal as well as the informal groups. Okay, നമുക്ക് ഔപചാരികമായിട്ടോ അല്ലെങ്കിൽ അനൗപചാരികമായിട്ടുള്ള ഗ്രൂപ്പുകളിലൂടെ തന്നെ അവരുടെ വർക്കുകൾ അത് കൈകാര്യം ചെയ്തു വരുമ്പോൾ ഓരോ ഗ്രൂപ്പിലും പ്രവർത്തിക്കുന്നവരുടെ അത് കൃത്യമായിട്ട് തന്നെ അവർ അപ്രോപ്രിയേറ്റ് വാല്യൂസ് ഒരു മൂല്യത്തോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ടും വിചാരിച്ച സ്റ്റാൻഡേർഡോട് കൂടി പോവാനായിട്ടുള്ള ഒരു കോർപ്പറേഷൻ ഒന്നിച്ച് അവരുടെ സോഷ്യൽ നേച്ചർ ഒരു സാമൂഹിക ഇടപെടലുകൾ എല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കും. അവരുടെ ഇപ്പൊ നമുക്ക് എന്താണ് ഒരു ചെറിയ വർക്കാണെങ്കിലും ആ വർക്കിന്റെ ഒരു ബിഗിനിങ് തുടങ്ങി എൻഡിങ് വരെ എത്തുന്നതിലേക്ക് ഒരു നല്ല കൃത്യമായിട്ടുള്ള ഒരു ഘടന വേണം അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല അവിടെ ഒരു ഡിസിപ്ലിനോട് കൂടിയിട്ട് ഒരു ക്രിയാത്മകമായിട്ട് തന്നെ ആ വർക്ക് ഫിനിഷിങ്ങിലേക്ക് എത്തിക്കണം. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒറ്റക്കെട്ട് നിന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു സാധ്യത അത് തീർച്ചയായിട്ടും പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴൊക്കെ നമ്മൾക്ക് നമ്മുടേതായ സംസ്കാരത്തോട് കൂടിയിട്ട് അവിടെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ഔപചാരികമായിട്ടുള്ള ഒരു നേതൃത്വത്തിന് സാധിക്കും എന്നുള്ളൊരു പ്രത്യേകമായുള്ള തീരുമാനത്തിലെത്താൻ സാധിക്കും. This obligatory belief, value and attitude among the employees are created with the help of induction programs. അതായത് സ്വയം നമുക്കറിയാം മറ്റുള്ള നമ്മൾ പറയില്ലേ എന്താ എന്താണോ പൂവിനോട് ചേർന്ന അതിന്റെ മണം നമുക്കും കൂടിയും കിട്ടുന്നപ്പോൾ ഒരു ചെറിയ പഴഞ്ചൊല്ലുകളുണ്ടായിരുന്നു. അപ്പം അതായത് ആ ഒരു സഹപ്രവർത്തകരോട് കൂടി ചേർന്ന് കഴിയുമ്പോൾ എന്താണ് അവർക്കുണ്ടാവുന്ന ഗുണം കൂടി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പൊ ഒരു സോഷ്യലൈസിങ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളോട് കൂടി മറ്റുള്ളവരോട് കൂടി ഇടപഴകി കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള കഴിവ് എബിലിറ്റി അവിടെ ഇൻഡക്ഷൻ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ സ്വയം ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവ് ഇതിൽ നിന്ന് നേടാനായിട്ട് സാധിക്കും. ഓറിയന്റേഷൻ കൊടുക്കുമ്പോഴാണ് സഹപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അത് ടീം വർക്കായിട്ട് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ഏൽപ്പിച്ച ജോലി അത് ആരൊക്കെയായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആരൊക്കെയാണ് അപ്പൊ അവരോടൊക്കെ പൊരുത്തപ്പെടാനൊക്കെ ആയിട്ടുള്ള പ്രത്യേക കഴിവ് അല്ലെങ്കിൽ സ്കില്ല് നോളജ് ഒക്കെ സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോഴെന്താണ് ക്രിയേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഡക്ഷൻ പ്രോഗ്രാംസ് എന്ന് വെച്ചാൽ അവർക്ക് സ്വയം തന്നെ ആ പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്ത് പോകാനായിട്ടുള്ള ശേഷിയും കൂടി ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ഇതുകൊണ്ട് സാധ്യമാകുന്നത്. അപ്പൊ എന്താണ് ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ മാത്രമല്ല സ്വയം തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. ഓക്കെയാണോ? അപ്പൊ നമ്മള് പർപ്പസ് ഓഫ്
ഓറിയന്റേഷൻ ആണ് നമ്മൾ കണ്ടത്. ഫോളോയിങ് അത് ഓറിയന്റേഷൻ പർപ്പസ് ഒക്കെ ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കി ചോദിക്കുകയാണെങ്കിലൊക്കെ നോട്ട് ചെയ്ത് പോവുക. അതോടൊപ്പം തന്നെ ഓക്കെ, അതില് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ മോക്ക് ടെസ്റ്റിൽ മിക്കവാറും വരുന്ന ക്വസ്റ്റ്യൻസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മോക്ക് ടെസ്റ്റ് പ്രസന്റ് ചെയ്യാറ്. ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ മോക്ക് ടെസ്റ്റ് എന്തായാലും മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. ഞാനിപ്പോ അണ്ടർലൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താ പ്രത്യേകത, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് മടിക്കും അല്ലെ. ഓക്കെ, ഈ പോയിന്റ്സ് ബേസ് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷെ മനസ്സിലാക്കി പോവുക, അണ്ടർലൈൻ ചെയ്യുന്ന പോയിന്റ്സ് അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റിൽ ഉണ്ടാവുന്ന പോയിന്റ്സ് ഒക്കെ മസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ നോക്കി പോവുക. പ്രത്യേകിച്ച് നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു തിയറി ഇതാണ് അല്ലെ. അപ്പൊ അതില് എന്താണ് മെയിൻ ആയിട്ട് ഇപ്പൊ പർപ്പസ് ഓഫ് ഓറിയന്റേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ബ്രീഫ് അല്ലെ, ഒരു ക്വസ്റ്റ്യൻസോ ഷോർട്ട് ആൻസേഴ്സോ ഒക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്ത് ഇത് വരുന്നാലും ഒബ്ജക്റ്റീവ്സ് വന്നാലും പർപ്പസ് വന്നാലും അതിന്റെ ഹെഡിങ്സുകൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഹെഡിങ്ങിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം, അത് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടാണെങ്കിലും അതേമാതിരി തന്നെ നോക്കട്ടെ എന്താണ് നമ്മുടെ എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നതിന് അതിനെ ഫേസ് ചെയ്യാനാണെങ്കിലും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ അതില് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കുറച്ച് പോയിന്റ്, പർപ്പസില് എന്തായാലും പർപ്പസിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്ട് അത്യാവശ്യം ഞാൻ ഇട്ടുപോയിട്ടുണ്ട്. അതില് പ്രധാനമായിട്ടും എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓഫ് ദ പർപ്പസ് ഓഫ് ദ എംപ്ലോയീസ് എന്നാണ് കാണാറുള്ളത്. തന്നെ ഈ കോസ്റ്റിന്റെ കാര്യത്തില് എങ്ങനെയാണ് ഈ കോസ്റ്റ് കൺട്രോളബിൾ ആവാൻ പറ്റുന്നത് എന്നുള്ളതില് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് നമുക്കറിയാം, ഇൻ കേസ് ഇങ്ങനെ നടത്തിയില്ലെങ്കിൽ അല്ലെ ഇവിടെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം അവർക്ക് വീണ്ടും എന്താണ് ഒന്നും കൂടി അല്ലെ റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ആ ടൈമിൽ അവർക്ക് കോസ്റ്റ് റിഡ്യൂസ് ചെയ്ത് പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പിന്നെ എന്താണ് ഇന്ന് പഠിപ്പിച്ച പോയിന്റ്സിൽ ടീം സ്പിരിറ്റ് അല്ലെ, ഡെവലപ്പിംഗ് ടീം സ്പിരിറ്റിന് ഉപകാരപ്പെട്ടതോടൊപ്പം തന്നെ എന്താണ് ഇൻഡക്ഷൻ പ്രോഗ്രാംസിന് അല്ലെ, അവിടെ ഇൻഡക്ഷൻ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് എംപ്ലോയിക്ക് സ്വയം ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം കൂടി അത് ഇതിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്, ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. Okay, this obligatory beliefs, values and attitude among the employees are created with the help of an induction program. അല്ലെ, with the help of dash എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഇൻഡക്ഷൻ പ്രോഗ്രാംസിലൂടെ അല്ലെങ്കിൽ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാംസിലൂടെ സ്വയം അവര് അല്ലെ വിശ്വാസങ്ങളും വാല്യൂവിനൊക്കെ കൂടുതൽ അല്ലെ ആറ്റിറ്റ്യൂഡിനും മനോഭാവങ്ങൾക്കൊക്കെ അത് സ്വയം തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ഓക്കെ, നോട്ട് ചെയ്തോ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഓറിയന്റേഷൻ ആണ്. ഓക്കെ, ഓറിയന്റേഷൻ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. മിക്കവാറും സ്ഥാപനങ്ങൾ പുതിയ എംപ്ലോയിക്കൊക്കെ വേണ്ടിയിട്ട് ഓറിയന്റേഷനുകൾ സംഘടിപ്പിക്കുന്നുണ്ടെന്നത് കാര്യം ഒക്കെയാണ്. പക്ഷെ പല രീതിയിൽ ഈ ഓറിയന്റേഷൻ നടപ്പാക്കി കൊടുക്കാവുന്നതാണ് അല്ലെ. അത് ഔപചാരികമായിട്ടോ അനൗപചാരികമായിട്ടോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണെ കൊണ്ടോ അല്ലെങ്കിൽ സ്വയം ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമുകളെ കൊണ്ടൊക്കെ അങ്ങനെ പല രീതിയിൽ ഓറിയന്റേഷൻ പ്രോഗ്രാംസുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷൻ, ദെൻ ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ, സീരിയൽ ആൻഡ് ഡിസ്ജങ്റ്റീവ് ഓറിയന്റേഷൻ, ആൻഡ് ദെൻ ഇൻവെസ്റ്റുവർ ആൻഡ് ഡൈവേസ്റ്റുവർ ഓറിയന്റേഷൻ. അതില് ഫിഫ്ത്ത് പോയിന്റ് അല്ല, അത് ഇൻവെസ്റ്റർ ഓറിയന്റേഷനും ഡൈവേസ്റ്റർ ഓറിയന്റേഷനുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 4 രീതിയിലാണ് ഓറിയന്റേഷൻ പ്രോഗ്രാംസുകൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ മനസ്സിലാക്കുക. അവിടെ നിങ്ങളുടെ ബുക്കിലും അങ്ങനെ തന്നെയല്ലേ കിടക്കുന്നത്, ഫിഫ്ത്ത് പോയിന്റ് ആയിട്ടല്ലേ കിടക്കുന്നത്? ആണോ? ഇൻവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ. ഓക്കെ, അതൊന്ന് നിൽക്കരെ. ആ ഒരു ഫോർത്ത് ഇൻവെസ്റ്റിറ്റ്യൂർ ആൻഡ് ഡൈവേസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷന് തന്നെയാണ് അത്. ഓക്കെ, അങ്ങനെ 4 രീതിയിലാണ് ഓറിയന്റേഷനുകൾ ഉള്ളത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എല്ലായിടത്തും ചിലപ്പോൾ ഫോർമലായിട്ട് ഇൻഫോർമലായിട്ടുള്ള ഇങ്ങനെ പ്രത്യേകം പ്രൊഫഷൻസിൽ വെച്ചിട്ടൊക്കെ ഓറിയന്റേഷനുകൾ സംഘടിപ്പിച്ചു കൊടുക്കും.
അതേസമയം അവിടെ ഉള്ളതിൽ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ചുമതലപ്പെടുത്തിയിട്ട് ഓറിയന്റേഷൻ കൊടുക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ അവരെ കൊണ്ട് സ്വയം ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള അല്ലെ രീതിയിൽ തന്നെ ഓറിയന്റേഷൻ പ്രോഗ്രാമുകളൊക്കെ കൊടുക്കും. അപ്പൊ ഇതില് നമ്മൾ നോക്കുക ഫോളോയിങ് ടൈപ്പ് ഓഫ് ഓറിയന്റേഷന്റെ ഫസ്റ്റ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷൻ ആണ്. ഓക്കെ നോക്കാം. Formal induction is a systematic method of introducing new appointee to the organization, the nature of work and the working atmosphere. അതായത് ഫോർമൽ എന്ന് പറയുമ്പോൾ ഔപചാരികമായിട്ടുള്ള ഒരു ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള ഒരു മെത്തേഡാണ്. അതായത് നേരത്തെ കൂട്ടി പ്രീ പ്ലാൻഡ് ആയിട്ട് തയ്യാറാക്കിയിട്ട് അവർക്ക് എന്താണ് കൃത്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ അവരെ വരുമ്പോൾ മറ്റുള്ളവരെയൊക്കെ പരിചയപ്പെടുത്താനുള്ള അവസരം സൃഷ്ടിക്കുന്നതാണ് അല്ലെ. പുതിയ എംപ്ലോയി വരുമ്പോൾ നേരത്തെ കൂട്ടി തയ്യാറാക്കി പ്രിപ്പയർഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അവർക്ക് എന്തെങ്കിലും ഔപചാരികമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു രീതിയാണ് ഫോർമൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്യാം. ഫോർമൽ ഇൻഡക്ഷൻ ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ്. ഇറ്റ്സ് എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡാണ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ന്യൂ അപ്പോയിന്റീ ടു ദ ഓർഗനൈസേഷൻ, ദ നേച്ചർ ഓഫ് വർക്ക് ആൻഡ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ വർക്കിന്റെ സ്വഭാവം എന്താണ് അല്ലെങ്കിൽ വർക്കിന്റെ ആ ഒരു പശ്ചാത്തലം എന്താണെന്നുള്ളതൊക്കെ നേരത്തെ കൂട്ടി തയ്യാറാക്കിയ രീതിയിൽ ന്യൂ എംപ്ലോയീസിന് അത് പ്രസന്റ് ചെയ്യുന്ന ഒരു രീതിയാണ്, സിസ്റ്റമാറ്റിക്കലി പ്രസന്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഫോർമൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. Okay, then നമുക്ക് നെക്സ്റ്റ് നോക്കാം. This process generally requires a lot of time from the top officials as it requires them to study the needs of new entrants and their safety is safe. അതായത് നമുക്കറിയാം പുതിയ എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് അവരുടെ ഏത് ജോലിയാണെങ്കിലും ആ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ആ ഒരു പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതുണ്ട്. സുരക്ഷാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കണം. പ്രത്യേകിച്ച് നമുക്കറിയാം അല്ലെ, എന്തെങ്കിലും ഹസാർഡ് അപകടം പിടിച്ച എന്തെങ്കിലും ജോലി മേഖലയിലാണ് പുതിയ എംപ്ലോയീസ് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരെ റിക്വയർ ചെയ്യുന്നതാണ് അല്ലെ. അവര് മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കാനായിട്ട് അവകാശപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ദിസ് പ്രോസസ് ജനറലി റിക്വയർസ് എ ലോട്ട് ഓഫ് ടൈം ഫ്രം ദ ടോപ്പ് ഓഫീഷ്യൽസ് ആസ് ഇറ്റ് റിക്വയർസ് ദം ടു സ്റ്റഡി അല്ലെ. ഇത് ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് അവര് ജനറൽ ആയിട്ട് തന്നെ അർഹതപ്പെടുന്നതാണ് അല്ലെ, ആവശ്യപ്പെടുന്ന കാര്യമാണ് ടോപ്പ് ഓഫീസേഴ്സിൽ നിന്ന്. കാരണം നമുക്കറിയാം പുതിയ എംപ്ലോയീസ് ആണ്, അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് സുരക്ഷാ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവർക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ബട്ട് ഇറ്റ് പ്രൂവ്സ് beneficial in the long run as this process enables the new employees to commit less number of mistakes during their working period and develops a good unity with the others. Okay, നമുക്കറിയാം ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴൊക്കെ ചെറിയ രീതിയിലൊക്കെ അവർക്ക് അല്ലെ, നമ്മളിപ്പോ ഒരു തുറക്ക ജോലിക്കാരൊക്കെ ആവുമ്പോൾ എന്താണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അല്ലെ എന്തെങ്കിലും ലെസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരാം, എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്വമേധയാ പതിയെ അവരെ ഡെവലപ്പ് ചെയ്ത് മിസ്റ്റേക്കുകളൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. During the formal orientation, the new recruits come to know about the most appropriate person to the contact for a different sets of work related problems. Okay, നമുക്കറിയാം അവർക്ക് ആ ടൈമിലേക്ക് അല്ലെ അവർക്ക് ഒരുപാട് പേഴ്സൺസ് ആയിട്ട് കോണ്ടാക്ട് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഇതിനെ കുറിച്ചിട്ട് പരിചിതമായിട്ടാണല്ലോ. അപ്പൊ മേലുദ്യോഗസ്ഥരെയൊക്കെ ശരിക്കും തീർച്ചയായിട്ടും പരിചയപ്പെടേണ്ടതൊക്കെ ഉണ്ടാകും. തീർച്ചയായിട്ടും ആ ടൈമിലൊക്കെയാണ് നമുക്കറിയാം വോയിസ് സഹപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടുന്നത്. In this process, officials of all levels are involved, like CEO, like Chief Executive Officer, then General Manager, Functional or Departmental Heads, Senior Managers, Line Managers, etc. Okay. അപ്പൊ അവരൊക്കെ ആയിട്ട് അല്ലെ ഈ ഒരു ടൈമില് എല്ലാ ലെവലിലുള്ള വ്യക്തികളും നമ്മൾ അല്ലെ ഇൻവോൾവ് ആക്കും. നമുക്ക് തീർച്ചയായിട്ടും ഓറിയന്റേഷൻ ടൈമിൽ ഇങ്ങനെ ഓരോരുത്തരൊക്കെ ഇതാണ് ഇവിടുത്തെ കമ്പനിയിലാണെങ്കിൽ ഇതാണ് എന്താണ് നമ്മുടെ അല്ലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇവരാണ്, ജനറൽ മാനേജർ, ഫങ്ഷണൽ മാനേജർ, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, സീനിയർ മാനേജേഴ്സ്, ലൈൻ മാനേജേഴ്സ് അല്ലെ. നമുക്കറിയാം എന്താണ് ലൈൻ മാനേജേഴ്സ് എന്നൊക്കെ പറഞ്ഞു നമുക്കറിയാം അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ മേൽനോട്ടം വഹിക്കുന്നവര്. സീനിയർ മാനേജർ എന്നൊക്കെ പറയുമ്പോൾ അതിന് അല്ലെ അവരുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ്. അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഉണ്ടാവും. അതേപോലെ തന്നെ ഫംഗ്ഷൻ അല്ലെ പ്രവർത്തന കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നവര് ജനറൽ മാനേജർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെ. ഇത്തരത്തിലുള്ള എല്ലാവരും ഒരു ഓർഗനൈസേഷന്റെ ഒരു രീതി അനുസരിച്ചിട്ട് അല്ലെ ഒരു ഹൈറാർക്കി സിസ്റ്റം അനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു ടോപ്പ് ലെവലിൽ
അല്ലെ താഴേക്കുള്ള ഒരു ലോവർ ലെവലിലുള്ള ഒരു ടീം തന്നെ ഉണ്ടാവും. അപ്പൊ അവരെ കുറിച്ചിട്ടൊക്കെ പരിചിതമാക്കി കൊടുക്കുന്ന ഒരു ഇതാണ് ഫോർമൽ ഓറിയന്റേഷൻ ഇതിൽ വരുന്നത്. Then എന്താണ് one of the advantages of a formal orientation programs is that a company might be able to win the trust of employee at the initial stage, whereas employees also feel it is easy to understand the culture, working condition, nature of work, etc. of the organization. Okay, ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ നമുക്കറിയാം ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ഒരു മൊത്തത്തിലൊരു ധാരണ ആ ഒരു എംപ്ലോയിക്ക് ഉണ്ടാവും അല്ലെ. ഓക്കെ, ഇന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഇങ്ങനെ ഹെഡ് അല്ലെ സുപ്പീരിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അവരെയൊക്കെ റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അനുസരിച്ച് പോകേണ്ടത്. അങ്ങനെയൊക്കെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് അവർക്ക് കിട്ടുന്നു അല്ലെ. അതിന്റെ ഒരു കൾച്ചർ അല്ലെ, ആ ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു സാംസ്കാരിക രീതികൾ, അതേപോലെ തന്നെ വർക്ക് കണ്ടീഷനുകൾ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വർക്കാണോ, അല്ലെങ്കിൽ അതിന്റെ സുരക്ഷാ കാര്യങ്ങൾ എന്തൊക്കെയാണോ, അങ്ങനെയൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് ആ ഒരു ന്യൂ എംപ്ലോയിക്ക് ലഭ്യമാക്കുകയാണ് ഇങ്ങനെ ഫോർമൽ ഓറിയന്റേഷനിൽ വരുന്നത്. നമുക്കറിയാം ഫോർമൽ ആവുമ്പോൾ നേരത്തെ കൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ഇവരെയൊക്കെ പരിചയപ്പെടുത്തി അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത് അല്ലെ. ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡാണ് അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ ഒരു എംപ്ലോയിക്ക് അതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് കിട്ടുകയാണ് ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെ അവിടെ നടപ്പാകുന്നത്. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ഫോർമൽ ഓറിയന്റേഷൻ എന്താണെന്നുള്ള കാര്യം ഒക്കെയാണോ? നിങ്ങൾ ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തേര്. അതൊരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ആണെന്നും ഓർത്ത് വെക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു മെത്തേഡാണ് അല്ലെ. ഫോർമൽ ആയിട്ട് ഔപചാരികമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഫോർമൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? നിന്നും അറിയേണ്ടതുണ്ടോ? വിട്ടുപോയോ? ഓണാക്കിയിട്ട് പോയി തോന്നോ? ഓക്കെ ആണ്. അപ്പൊ ഇനി നെക്സ്റ്റ് ഓക്കെ നെക്സ്റ്റ് എന്താണ് ഇൻഫോർമൽ ഓറിയന്റേഷൻ ആണ്. ഓക്കെ, ഇൻഫോർമൽ ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് ഫോർമൽ ഓറിയന്റേഷനിൽ നിന്ന് അതെ റിവേഴ്സ് ആയിട്ട് നോക്കാം. എന്താണുള്ളത്? ഇൻഫോർമൽ മെത്തേഡ് ഓഫ് ഇൻഡക്ഷൻ ഈസ് ക്വിറ്റ് അൺപ്ലാൻഡ്. അതായത് നമുക്കതിനെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. മറ്റേത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, പ്ലാൻഡ് ആണ് അല്ലെ. Here the employee get acquainted with the organization's work situations through its own experience and by using trial and error method. Okay, നമ്മളിപ്പോ ഒരു എംപ്ലോയി അവിടെ ഓറിയന്റേഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടി അവിടെ വന്നു കഴിയുമ്പോൾ അവര് സ്വയം ഡ്യൂട്ടി ചെയ്യുമ്പോൾ കുറെ തെറ്റുകളൊക്കെ അവർ വരുത്തുന്നു അല്ലെ. സ്വന്തം അപ്പൊ ചില വ്യക്തികളെ നമ്മൾ പോകുമ്പോൾ എല്ലാവരും എഞ്ചി നിൽക്കുമ്പോഴായിരിക്കും ഓക്കെ ഈ വ്യക്തിക്ക് എന്താണ് പ്രാധാന്യം എന്ന് അറിയാൻ പറ്റും. ചിലപ്പോൾ അവർ ഇരുന്നിട്ടായിരിക്കും ഇരിക്കുകയായിരിക്കും. അപ്പൊ എന്താണ് മിസ്റ്റേക്ക് നമുക്കറിയാം, അവര് മേലുദ്യോഗസ്ഥരായിരിക്കും, അതുകൊണ്ടായിരിക്കും അവരെ റെസ്പെക്ട് ചെയ്തു അല്ലെ. അപ്പൊ അങ്ങനെ സ്വന്തം എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് ഇൻഫോർമൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. മറ്റേത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, അവർ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് എന്തൊക്കെയാണ് രസം അല്ലെ. അപ്പൊ ഒരു ക്ലിയർ പിക്ചർ, ഒരു ധാരണ അവിടെ തീർച്ചയായിട്ടും എംപ്ലോയിക്ക് ലഭ്യമാകുകയാണ്. ഇവിടെ സ്വയം തന്നെ അവര് സ്വന്തം എക്സ്പീരിയൻസ് കൊണ്ടാണ് എല്ലാം മനസ്സിലാക്കിയെടുക്കുക. But in case the no employees do their work properly, നമുക്കറിയാം എങ്കിൽ കൂടി അല്ലെ. ഇൻ കേസ് ഒരാള് വന്നിട്ട് എണീറ്റില്ല എന്ന് ഓർത്തുകൊണ്ട് അവരെ ഏൽപ്പിച്ച വർക്ക് അയാൾ ചെയ്യാതിരിക്കുന്നില്ല, അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ടാവും. കാരണം അവരുടെ അക്കാദമിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ അല്ലെ നോളജ് ഒക്കെ അനുസരിച്ചിട്ട് അവരെ ഏൽപ്പിച്ച വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ചില എററുകൾ അവര് വരുത്തുന്നുണ്ടാവും. Due to this, they either commit a mistake from time to time or they tend to leave their job at the slightest opportunities. അതായത് നമുക്കറിയാം ചിലപ്പോഴൊക്കെ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മിസ്റ്റേക്കുകൾ കൂടുതൽ ചിലപ്പോൾ അവർക്ക് ഒരു പരിചയക്കുറവിന്റെ കാരണം കൊണ്ട് തന്നെ അല്ലെ അവർക്ക് മിസ്റ്റേക്കുകൾ കൂടുതൽ വരുത്താനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാവും. കാരണം കുറച്ച് ആരെങ്കിലും വന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ഏബിളായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അത് ഇൻ കേസ് ഒന്നും പരിചയപ്പെടുത്തി കൊടുക്കാതെ ആവുമ്പോൾ അവർക്ക് മിസ്റ്റേക്കുകൾ കൂടുതൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ആ ജോബിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള സാധ്യത ഇങ്ങനെയുള്ള ഇൻഫോർമൽ ഓറിയന്റേഷനിൽ കൂടുതലാണ്. This will not only increase the labor turnover rate, but the company also need to invest time and money in the recruitment process again.
ഓക്കെ, ഇങ്ങനെ വരുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ മാതിരി അല്ലെ, അവര് ഇപ്പൊ ഇൻ കേസ് ഒരു പുതിയ പരിചയപ്പെടുത്തലൊന്നും ഇല്ല എങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വിട്ടുപോകാനായിട്ട് സാധ്യത കൂടുതലുണ്ടെങ്കിൽ കമ്പനിക്ക് അവര് വിട്ടുപോകുന്നത് മാത്രമല്ല പ്രശ്നം, പിന്നെ വേറെ ഒരു അഡീഷണൽ ആയിട്ടുള്ള എക്സ്പെൻസ് കൂടി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ നേരത്തെ പോയിന്റിൽ പറഞ്ഞ മാതിരി തന്നെ അവർക്ക് എന്താണ് പുതിയ എംപ്ലോയിനെ കണ്ടെത്തണം അല്ലെ, റിക്രൂട്ട്മെന്റ് നടത്തി സെലക്ഷനും ഇന്റർവ്യൂ ഒക്കെ നടത്തി പുതിയ എംപ്ലോയിനെ സെലക്ട് ഒക്കെ ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഘട്ടത്തിലേക്ക് വരാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഫോർമൽ ഓറിയന്റേഷൻ ആയിരിക്കും ബെറ്റർ. കാരണം ഇൻഫോർമൽ ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ അവര് സ്വന്തം ചില തെറ്റുകൾ വരുത്തി അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരണം അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് വരാനായിട്ടുള്ള ഒരു മടി ഉണ്ടാവും അല്ലെ. തീർച്ചയായിട്ടും ആ ഒരു ഓർഗനൈസേഷനിൽ വിട്ടുപോയി വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കാം എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും അവര് സ്വീകരിക്കുന്നത്. അത് മാത്രമല്ല കമ്പനിയെ സംബന്ധിച്ച് ഇങ്ങനെ വിട്ടുപോകുമ്പോൾ പലതരത്തിലുള്ള എക്സ്പെൻസ് അഡീഷണൽ ആയിട്ട് വരും. കാരണം അടുത്ത എംപ്ലോയിനെ ഇതേമാതിരി തന്നെ റിക്രൂട്ട്മെന്റ് നടത്തി സെലക്ഷനും ഇന്റർവ്യൂ ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. The process can be said to be advantageous only if the employee persists for long and understand the organization thoroughly. ഓക്കെ, അപ്പൊ നമ്മള് എപ്പോഴും ദീർഘകാലമായിട്ടുള്ള അല്ലെ തുടരും എന്നുള്ള ഒരു ഉദ്ദേശമുള്ള അത് നന്നായിട്ട് മനസ്സിലാക്കി ഓക്കെ ഇവര് വന്നാലും ഒത്തിരി മിസ്റ്റേക്കുകളൊക്കെ വരുത്തിയാലും ദീർഘകാലം അവിടെ തന്നെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി പോകാൻ പറ്റുന്ന എംപ്ലോയീസിനെ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത എംപ്ലോയീസിനെയൊക്കെ നമ്മൾ എന്താണ് ഇങ്ങനെ ഫോർമൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ കൊടുത്ത് അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതല്ലെങ്കിൽ കമ്പനിക്ക് നഷ്ടം വരാനായിട്ടുള്ള സാധ്യതയായിരിക്കും കൂടുതൽ. ഓക്കെ, അപ്പൊ എന്താണ് ഫോർമൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ? അതേമാതിരി തന്നെ ഇൻഫോർമൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ. ഫോർമൽ എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഓൺ എക്സ്പീരിയൻസ് കൊണ്ടാണ് അവർ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ടേൺ ഓവർ കൂടുതലായിരിക്കും. ടേൺ ഓവർ റേറ്റ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാനുള്ള റേറ്റ് കൂടുതലായിരിക്കും. സോ കമ്പനിയെ സംബന്ധിച്ച് അഡീഷണൽ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് അവിടെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം എന്താണ് അതിന്റെ ഐഡിയ എന്നുള്ളതൊന്ന് ഗ്രഹിക്കാം. ഓക്കെ, അല്ലേ? ഇതിന് ഒരു പോയിന്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തേരെ. This will increase the labor turnover rate, but the company also need to invest time and money in the recruitment process. Which radiation program സംഘടിപ്പിക്കുമ്പോഴാണ് ഇങ്ങനെ ലേബർ ടേൺ ഓവർ റേറ്റ് ഒക്കെ കൂടുതലെന്നുള്ളത്. നമുക്കറിയാം എന്താണ് ഇൻഫോർമൽ ആയിട്ടുള്ള ഇൻഡക്ഷൻ അല്ലെ ഇൻഫോർമൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. പോയിന്റ് നോട്ട് ചെയ്ത് പോവുക. നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ. സിമ്പിൾ അല്ലേ? നമ്മളൊരു ജോലിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓറിയന്റേഷൻ കാര്യമാണ്. അപ്പൊ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് എളുപ്പമായിരുന്നു. ഓക്കെ, പിന്നെ ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഓറിയന്റേഷൻ നടത്തി കൊടുക്കുക എന്നുള്ള രീതിയാണ്.
അപ്പൊ എവിടെ എന്താണ് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു വ്യക്തി ഒരു സ്പെഷ്യൽ വ്യക്തിയെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേഴ്സണെ മാത്രം നമ്മൾ ഓറിയന്റേഷൻ നടത്തുന്നതും ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് ഓറിയന്റേഷൻ നടത്തുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അല്ലെ. നെക്സ്റ്റ് തിങ് റിക്രൂട്ടിംഗ് need to choose is whether the orientation program should be conducted in groups or individually. ഓരോ പേഴ്സണെ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ നമുക്ക് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണമെന്നുള്ളതാണ് അടുത്തതായിട്ട് ആ ഒരു രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. If the candidates are oriented individually, then it is difficult to standardize the views of the different discrete groups, which is dissimilar to that of a collective orientation. ഓക്കെ, നമുക്കറിയാം ഇപ്പൊ ഒരു പേഴ്സൺസിനെ മാത്രം നമ്മൾ ഇങ്ങനെ കൈകാര്യം ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു റിസൾട്ട് അതൊക്കെ മനസ്സിലാക്കി എടുക്കുക, സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ അത് അവരുടെ വിഷയത്തിൽ മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അല്ലെ. അതേസമയം ഒന്നിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് പെട്ടെന്ന് തന്നെ ഓക്കെ ആ ഗ്രൂപ്പ് ഓഫ് പേഴ്സണെ കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ സാധിച്ചു. മറ്റേന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലി ആകുമ്പോൾ ആ ടാസ്ക് അവർ ഗെയിൻ ചെയ്തെടുക്കുമ്പോഴേക്കും ടൈം അല്ലെ അവർക്ക് അപ്പൊ എത്രത്തോളം കൈകാര്യം ചെയ്യാൻ പറ്റി എന്നുള്ളത് പെട്ടെന്ന് ഗ്രഹിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. ബിക്കോസ് ഇൻഡിവിജ്വലി ഓറിയന്റേഷൻ എംഫസിസ് ഓൺ എ പെർട്ടിക്കുലർ പേഴ്സൺ വ്യൂ പോയിന്റ്, പ്രിഫറൻസ് ആൻഡ് ഡിസ്ലൈക്ക്. ഒരു പേഴ്സന്റെ മാത്രം കാഴ്ചപ്പാട് അല്ലെങ്കിൽ മുൻഗണന അല്ലെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങൾ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതേസമയം ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ അതായത് ഇൻഡിവിജ്വൽ ഓർഗനൈസേഷനിൽ പ്രത്യേകമായിട്ട് അതാണ് ഊന്നി പറയുന്നത്. ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ ഈസ് ടൈം ടേക്കിംഗ് ആൻഡ് എക്സ്പെൻസീവ് പ്രാക്ടീസ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം കുറച്ച് സമയം എടുക്കും അല്ലെ ആ വ്യക്തിയെ മനസ്സിലാക്കിയെടുക്കുക. ഒരു സ്പെഷ്യൽ പേഴ്സണെ ഒരു ടാസ്ക് ഏൽപ്പിച്ചാൽ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ആ ടാസ്ക് ചെയ്തെടുക്കാൻ പറ്റില്ല അല്ലെ, പതിയെ അത് പഠിച്ചെടുത്ത് ആ ടാസ്ക് ചെയ്യും. അതേസമയം ഗ്രൂപ്പ് ഓഫ് പേഴ്സണെ നമ്മൾ ചുമതല ഏൽപ്പിക്കുമ്പോൾ ചിലർ അതൊക്കെ സ്പീഡ് ചെയ്യും, ചിലത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും, മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പൊ അവർ ഒന്നിച്ച് നിന്ന് ഒറ്റക്കെട്ടായിട്ട് ചിലപ്പോൾ അപ്പൊ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ആർക്കാണ് ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയത്, ആർക്കാണ് ഇതിൽ കൂടുതൽ ഇൻവോൾവ്മെന്റ് ചെയ്യാൻ പറ്റിയത്, എത്രയും പെട്ടെന്ന് ഇത് റിസൾട്ടുകൾ നേടാൻ പറ്റിയത് എങ്ങനെയാണ്, അപ്പൊ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. സോ എന്താണ് നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും ഗ്രൂപ്പ് ഓഫ് ഓറിയന്റേഷൻ ആയിരിക്കും ബെറ്റർ. അതേസമയം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ ആകുമ്പോൾ അത് ടേക്കിംഗ് എക്സ്പെൻസീവുമാണ്, അതോടൊപ്പം തന്നെ ടൈം എടുക്കുകയും ചെയ്യും അല്ലെ. ടൈം ടേക്കിംഗ് ആൻഡ് എക്സ്പെൻസീവ് പ്രാക്ടീസ് ആണ് ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ എന്ന് പറയും. ആ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തേരെ. ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ ഈസ് ടൈം ടേക്കിംഗ് ആൻഡ് എക്സ്പെൻസീവ് പ്രാക്ടീസ്. It also does not give any opportunity to new candidates to interact with their fellow recruits. അപ്പൊ നമുക്കറിയാം പുതിയ കാൻഡിഡേറ്റ്സിനെ അല്ലെ തീർച്ചയായിട്ടും നമുക്കറിയാം റിക്രൂട്ട്മെന്റ് നടത്തേണ്ടത് കൂടുതലായിട്ട് അല്ലെ. It also does not give any opportunity to new candidates to interact with their fellow recruits. നമുക്കറിയാം അതിലേക്ക് അല്ലെ ഒറ്റയടിക്ക് നമുക്കത് നേടിയെടുക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. മെജോറിറ്റി ഓഫ് ലാർജ് ഓർഗനൈസേഷൻ പ്രിഫർ ആക്റ്റീവ് ഇൻഡക്ഷൻ അപ്രോച്ച്, ബട്ട് ദിസ് ഈസ് നോട്ട് ദ കേസ് ഇൻ എ സ്മോൾ ഓർഗനൈസേഷൻ which need less number of person and hence prefer individual induction approach. അപ്പൊ ഇതിന്റെ പ്രത്യേകത നമുക്കറിയാം ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷെ നമുക്കറിയാം ചെറിയ ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒരുപാട് പേരെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നില്ല അല്ലെ. ഒന്നോ രണ്ടോ പേഴ്സൺസിനെ വളരെ റയറായിട്ട് ഒന്നോ രണ്ടോ പേഴ്സൺസിനൊക്കെയാണ് അപ്പോയിന്റ്മെന്റ് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഈ പറഞ്ഞ മാതിരി തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ തന്നെ കൊടുക്കേണ്ടതായിരുന്നു. അതേസമയം വലിയ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ ഓറിയന്റേഷന് പകരം കളക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഓറിയന്റേഷൻ ആയിരിക്കും ബെറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് മനസ്സിലായില്ലേ. ലാർജ് ഓർഗനൈസേഷൻ ആണെങ്കിൽ എന്തിനായിരിക്കും പ്രിഫർ ചെയ്യുന്നത്? കളക്റ്റീവ് ഇൻഡക്ഷൻ അപ്രോച്ച് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ബട്ട് ദിസ് ഇസ് നോട്ട് ദ കേസ് ഇൻ സ്മോൾ ഓർഗനൈസേഷൻ. ചെറിയ ചെറിയ സ്ഥാപനങ്ങളാണെങ്കിൽ ലെസ് എംപ്ലോയീസേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇൻഡിവിജ്വൽ ഇൻഡക്ഷന് അപ്രോച്ച് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റും നോട്ട് ചെയ്ത് പോവുക. എന്താണ് ലാർജ് ഓർഗനൈസേഷൻ പ്രിഫർ ചെയ്യുന്നത് ഏത് തരത്തിലുള്ള ഇൻഡക്ഷൻ അപ്രോച്ച് ആയിരിക്കും? ഏത് തരത്തിലുള്ള ഇൻഡക്ഷൻ അപ്രോച്ച് ആയിരിക്കും? തരത്തിലായിരിക്കും? ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? Majority of a large organization prefer
ഏത് അപ്രോച്ചാണ്? ഏത് ഇൻഡക്ഷൻ ആണ്? ഇൻഡിവിജ്വൽ ഇൻഡക്ഷൻ ആണോ കളക്റ്റീവ്? കളക്റ്റീവ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുന്നവരുമുണ്ട്, ശ്രദ്ധിക്കാതിരിക്കുന്നവരുണ്ടെന്ന് മനസ്സിലായി. കളക്റ്റീവ് ആയിട്ടുള്ള എന്താണ് അല്ലെ? ഇൻഡിവിജ്വൽ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ലാർജ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് നഷ്ടമാണ് അല്ലെ. മെജോറിറ്റി ഓഫ് ലാർജ് ഓർഗനൈസേഷൻ പ്രിഫർ കളക്റ്റീവ് ഇൻഡക്ഷൻ അപ്രോച്ച് ആയിരിക്കും എടുക്കുക. അതേസമയം സ്മോൾ ഓർഗനൈസേഷൻ ആണെങ്കിൽ കുറച്ച് എംപ്ലോയിനെ മാത്രം നമുക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ അല്ലെ. ഒരു പേഴ്സണൊക്കെ ആയിരിക്കും നമ്മൾ പുതിയ ന്യൂലി അപ്പോയിന്റ്മെന്റ് വരുന്നത്. അപ്പൊ അവരെ തീർച്ചയായിട്ടും എന്താണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ തന്നെ നടത്തേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും കളക്റ്റീവ് ആയിട്ടുള്ള ഇൻഡക്ഷൻ നടത്തേണ്ടതാണ് ഫസ്റ്റ് ആയിട്ട് നല്ലത്. പക്ഷെ സ്മോൾ ഓർഗനൈസേഷനിൽ അപ്പോയിന്റ്മെന്റ് കുറവായതുകൊണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എന്താണ് ഓറിയന്റേഷൻ നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ലാർജ് ഓർഗനൈസേഷൻ എന്താണ് പ്രിഫർ ചെയ്യാൻ? കളക്റ്റീവ് ഇൻഡക്ഷൻ അപ്രോച്ച് ആണ്. എന്താണ് കളക്റ്റീവ് ഇൻഡക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്? അതായത് ഒന്നിച്ച് അല്ലെ ഒരു കൂട്ടം വ്യക്തികൾക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഒരു സ്പെഷ്യൽ പേഴ്സൺ അല്ലെ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഇൻഡിവിജ്വലി അവർക്ക് ഓറിയന്റേഷൻ കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പം എന്താണ് ഇനി നമുക്ക് നോക്കാനുള്ളത്? എന്താണ് which needs a less number of persons and hence prefer individual induction approach. However, the individual induction approach is also popular in large organizations, but only when they need to recruit highly trained professionals who are always required in a small numbers. വലിയ വലിയ ഓർഗനൈസേഷനിലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിന് നമുക്കറിയാം, അതായത് പോസ്റ്റ് അല്ലെ, ഹൈ ആയിട്ടുള്ള പോസ്റ്റ്, ഒരു വിരലിൽ എണ്ണാവുന്ന പോസ്റ്റിന് ഏറ്റവും ടോപ്പിലൊക്കെ നമുക്കറിയാം ക്ലർക്ക് പോസ്റ്റുകളൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ തന്നെ അല്ലെ, കുറച്ചും കൂടി മുന്തിയ പോസ്റ്റുകൾ അല്ലെ, അവിടെ ചീഫ് മാനേജർ അല്ലെങ്കിൽ അല്ലെ ഏറ്റവും വലിയ പോസ്റ്റുകളൊക്കെ ആവും. അവിടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളൊക്കെ വരുമ്പോഴെന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സണെ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കേണ്ടതായിരിക്കും. അതേസമയം അത് വലിയ ഓർഗനൈസേഷൻ തന്നെയാണ്, പക്ഷെ അവിടെ എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള പോസ്റ്റുകളാണ് അല്ലെ, ഒരു ചെറിയ ചെറിയ പോസ്റ്റുകൾ, ഒരു പ്രത്യേക പാർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്കുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഒന്നിച്ച് കൊടുക്കുന്ന എന്തെങ്കിലും അല്ലെ, ക്ലർക്കന്മാരെ ഒന്നിച്ച് പോസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വീട്ടിലെ വർക്കേഴ്സിനെ പോസ്റ്റ് ചെയ്യുന്നു, ഒന്നിച്ച് പോസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ കളക്റ്റീവ് ഓറിയന്റേഷൻ ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ക്ലിയർ അല്ലേ? ആ ഒരു പോയിന്റ് ഓക്കെ ആണോ? കാരണം അവിടെ ഹു ആർ ഓൾവേസ് റിക്വേർഡ് ഇൻ എ സ്മോൾ നമ്പർ അല്ലെ, അവിടെ കുറച്ച് ആവശ്യകതയുള്ളൂ. വലിയ വലിയ ടോപ്പിലെ ജീവനക്കാർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് ജീവനക്കാർ ആവശ്യമില്ല അല്ലെ, ടോപ്പ് ലെവലിലുള്ള ജീവനക്കാർ കുറച്ചാണ്. അപ്പൊ അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ നടപ്പാക്കാം എന്നുള്ളതാണ് അവിടെ കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സീരിയൽ ഓർ ഡിസ്റ്റിങ്ക്റ്റീവ് ഓറിയന്റേഷൻ. സീരിയൽ ഓർ ഡിസ്റ്റിങ്ക്റ്റീവ് ഓറിയന്റേഷൻ നോക്കാം. ഓക്കെ, നോട്ട് ചെയ്യേണ്ടതൊക്കെ നോട്ട് ചെയ്തോ? ലാസ്റ്റ് പോയിന്റ് വെറുതെ ഒന്ന് നോട്ട് ചെയ്തേരെ. ഹു ആർ ഓൾവേസ് റിക്വേർഡ് ഇൻ എ സ്മോൾ നമ്പർ അല്ലെ, അവിടെ ലാർജ് ഓർഗനൈസേഷനിൽ ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ ഇൻഡക്ഷൻ അപ്രോച്ച് സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും എന്താണ് കുറഞ്ഞ നമ്പർ പേഴ്സൺസിനെ അപ്പോയിന്റ്മെന്റ് ആവശ്യകതയുള്ള പൊസിഷനിലായിരിക്കും. ഓക്കെ, നോട്ട് ചെയ്ത് പോവാം.
അടുത്ത പോയിന്റ് നോക്കാം. സീരിയൽ ഓർ ഡിസ്റ്റിങ്ക്റ്റീവ് ഓറിയന്റേഷൻ. Serial induction is the one in which experienced employee takes the responsibility of training the newly appointed person. He acts as a tutor, trainer, or a role model for new recruits. Okay, serial induction എന്ന് പറയുമ്പോൾ മിക്കവാറും ഇപ്പോ അങ്ങനെയായിരിക്കും അല്ലെ, മിക്കവാറും എല്ലാ ഓർഗനൈസേഷനിലും അങ്ങനെയായിരിക്കും. അതായത് അവിടെ ഒരുപാട് നാള് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണെ ചുമതലപ്പെടുത്തും വരുന്ന പുതിയ എംപ്ലോയീസിനെ അവരെ ഒന്ന് മെരുക്കി അല്ലെ, അവരെ ഒന്ന് ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ഇണക്കി കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഡ്യൂട്ടി അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണെ ചുമതലപ്പെടുത്തും അല്ലെ. അതാണ് സീരിയൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സീരിയൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഈസ് വൺ in which an experienced employee take the responsibility of training the newly appointed person. പുതിയതായിട്ട് അപ്പോയിന്റഡ് ആയിട്ടുള്ള പേഴ്സണെ അവരെ എന്താണ് എല്ലാത്തിനെയും അല്ലെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അവിടുത്തെ പേഴ്സൺ, അവിടുത്തെ എംപ്ലോയിനെ തന്നെ ചുമതലപ്പെടുത്തും. ഈ ആക്ട് ആസ് എ ട്യൂട്ടർ അല്ലെ, അവരെ എന്താണ് പല രീതിയിലാണ് നമുക്കറിയാം കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും ട്രെയിനിങ് നടന്നതും അതോടൊപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ, എന്തൊക്കെ പങ്കാണ് അവരുടെ ഡ്യൂട്ടിയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ടതാണെങ്കിൽ എല്ലാത്തിനെയും കുറിച്ചിട്ട് അവര് ആയിരിക്കും പുതിയ എംപ്ലോയിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സോ ന്യൂ റിക്രൂട്ട് ആയിട്ടുള്ള എല്ലാ പേഴ്സൺസിനും ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണിത് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരാണ് എന്തെന്നാ പേര്? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ പുതിയ റിക്രൂട്ട് ചെയ്ത ന്യൂ എംപ്ലോയീസിനെ അല്ലെ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഇൻഡക്ഷൻ പ്രോഗ്രാമിനെ പറയുന്ന പേരാണ് സീരിയൽ. ഓക്കെ, ഗുഡ്. അപ്പൊ സീരിയൽ ഇൻഡക്ഷൻ എന്നാണ് അതിനെ പറയുന്ന പേര്. ഓക്കെ, when such a facility is not given to the new appointee, when there is nobody to guide and to motivate them, then such a scenario is termed as a distinctive induction. ഇപ്പൊ ഇതേമാതിരി നമുക്ക് ഒരാള് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആള് നമുക്ക് പുതിയ എംപ്ലോയി ആണെങ്കിൽ പറഞ്ഞൊന്നും തരുന്നില്ല എങ്കിൽ എന്താണ്, പുതിയ എംപ്ലോയിക്ക് അവരെന്തെങ്കിലും കാര്യങ്ങളൊക്കെ അല്ലെ നോബഡി ടു ഗൈഡ്, ആരും ഗൈഡ് ചെയ്യാനില്ല അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാനില്ല, പറഞ്ഞ് മനസ്സിലാക്കി തരാനോ ഇങ്ങനെ ചെയ്യണമെന്നോ ആദ്യം ഇങ്ങനെ ചെയ്താലാണ് ഇത് സ്പീഡിൽ ചെയ്യാൻ പറ്റണേന്നോ അങ്ങനെ ഒന്നും പറഞ്ഞു തരാനായിട്ട് ആളില്ല എങ്കിൽ എന്താണ് അവര് അഡ്ജസ്റ്റ് ചെയ്യും. പുതിയ ഒരു ഡ്യൂട്ടി വരുമ്പോൾ എന്താണ് സ്വയമേ ആ ഡ്യൂട്ടി ചെയ്യാനായിട്ട് നേടിയെടുക്കുകയാണ്. അങ്ങനെ വരുന്ന സ്വന്തം നേടിയെടുക്കുന്ന ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡിസ്റ്റിങ്ക്റ്റീവ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സീരിയൽ എന്ന് പറയുമ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് നമുക്ക് ഗൈഡ് തരുന്നുണ്ട്. അതായത് അതേസമയം ഡിസ്റ്റിങ്ക്റ്റീവ് ഇൻഡക്ഷനിൽ അങ്ങനെ ആരും ഗൈഡ് ചെയ്യുന്നില്ല, സ്വയം ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഡിഫറൻസ് ഓക്കെ അല്ലേ? വ്യത്യാസം ഓക്കെയാണോ? ഓക്കെ, both type of induction have their own pros and concentration. ഓക്കെ, അതായത് ഇതൊക്കെ സ്വന്തം തന്നെയാണ് നമ്മൾ നേടിയെടുക്കുന്നത് അല്ലെ, ഗുണപരമായിട്ട് തന്നെ നമ്മൾ നേടിയെടുക്കുന്നതാണ്. നമ്മുടെ മനോഭാവങ്ങളെല്ലാം തന്നെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. സീരിയൽ ഇൻഡക്ഷൻ ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ പ്രിവാലന്റ് വർക്കിംഗ് കണ്ടീഷൻ ആസ് വെൽ ആസ് കസ്റ്റംസ് ഓഫ് ദ വർക്ക് പ്ലേസ്. ഓക്കെ, അവിടെ സീരിയൽ ഇൻഡക്ഷനിലാണെങ്കിൽ മുൻകൂട്ടി ഒരു വർക്കിംഗ് കണ്ടീഷനെ കുറിച്ചിട്ടൊക്കെ ഒരു ധാരണയുണ്ട് അല്ലെ, അതിനെ വർക്കിംഗ് പ്ലേസിനെ കുറിച്ചിട്ടാണെങ്കിലും എല്ലാത്തിനെ കുറിച്ചിട്ട് ഒരു ധാരണ അവർക്ക് കിട്ടുന്നുണ്ട്. If this process is used too much, then the company will always run on pre-decided set norms and there would be no further scope for any creativity or a progressive outlook, and particularly those persons who are treated creative and liberal. അതായത് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പുതിയ എംപ്ലോയീസിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു അല്ലെ അവിടെയുള്ള വർക്കിംഗ് കണ്ടീഷനെ കുറിച്ചിട്ടും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അവര് സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് അവരുടെ ഡ്യൂട്ടികളൊക്കെ ചെയ്യുന്നു. അപ്പൊ അവിടെ സ്പെഷ്യലി അവർക്ക് എന്തെങ്കിലും അല്ലെ ഒരു സ്റ്റാൻഡേർഡ് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. ഉള്ള ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണെ വെച്ചും കൊണ്ടാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ സ്പെഷ്യലി അവരെന്താണ് പ്രത്യേകമായിട്ട് അല്ലെ അവര് കുറച്ചും കൂടി സ്റ്റാൻഡേർഡൈസ് ആയിട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് pre-decided sets norms and there would be no future scope of any creativity or progressive outlook and particularly those അല്ലെ അവിടെ ഒരു പുതിയൊരു ക്രിയേറ്റിവിറ്റി വരുന്നില്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് അവിടെ ചെയ്യുന്നത്.
ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, സീരിയൽ ഇൻഡക്ഷനിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ എന്താണോ പകർന്നു കൊടുക്കുന്നത് അതാണ് അവിടെ ചെയ്യാനായിട്ട് അവിടെയുള്ള ന്യൂ എംപ്ലോയി തയ്യാറാവുന്നത് അല്ലേ? അങ്ങനെയല്ലേ ചെയ്യാണ്. ഓക്കെ, അപ്പൊ അത് പുതിയൊരു ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നില്ല എന്നുള്ളതാണ് അവിടെ എടുത്ത് പറയുന്നത്. Moreover, if the employee in an organization are stressed and frustrated, they would pass on the same to the new recruits. In case ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ പോലും അദ്ദേഹം ആ ഒരു സ്ട്രെസ്സിലും അല്ലെ ഒരു നിരാശാജനകമായിട്ടുള്ള രീതിയിലേക്കാണ് ഈ തൊഴിൽ കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന ന്യൂ എംപ്ലോയീസിനും അത് കൊടുക്കും അല്ലെ. നിങ്ങൾ അവരെയൊക്കെ കാണുമ്പോൾ പേരിനോട്ടോ ഭയങ്കര സ്പീഡിൽ ചെയ്യണം, അവരങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെ. നമുക്കറിയാം ആ സ്ട്രെസ് അവർക്കും കൂടി അവർക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് വരുമ്പോൾ തീർച്ചയായിട്ടും ന്യൂ എംപ്ലോയീസിന് ഒരു കൃത്യമായിട്ട് തന്നെ ഒരു ഡയറക്ഷൻ ഒക്കെ കിട്ടുന്നത് കൊണ്ട് ഒക്കെയാണ്. പക്ഷെ പുതിയൊരു ക്രിയേറ്റിവിറ്റിയോ അല്ലെങ്കിൽ പുതിയ സ്ട്രെസ് നിറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു അല്ലെ ഒരു സൊല്യൂഷൻ ഒന്നും അവർക്ക് ഉണ്ടാവുന്നില്ല. അവർക്കും ഈ ഒരു വേയിൽ തന്നെ പങ്കാളിയായിട്ട് പോകേണ്ടതായിട്ടുള്ള ആവശ്യകതയാണ് വരുന്നത്. Whereas the distinctive induction is just the opposite because it promotes the creative and innovative efforts of employees because there is no pressure on new recruits to carry on the tradition and customs of the organization. Okay, പുതിയൊരു എംപ്ലോയിയെ നേരത്തെ കൂട്ടി ആരും പരിചയപ്പെടുത്തുന്നില്ലെങ്കിൽ അവർ സ്വയം തന്നെ ഡെവലപ്പ് ചെയ്യണം അല്ലെ. എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അവർക്ക് എന്താണ് സ്വന്തം ക്രിയേറ്റീവാണ്, സ്വന്തം സൃഷ്ടിയിലൂടെയാണ് അവര് പ്രൊമോട്ട് ചെയ്ത് വരുന്നത് എന്ന് വെച്ചാൽ വളർന്നു വരുന്നത്. അങ്ങനെ വരുമ്പോഴെന്താണ് അവരുടെ എല്ലാ എഫേർട്ടുകളും അവരെടുത്ത് മാക്സിമം അവരുടെ എഫേർട്ടുകളൊക്കെ പ്രകടമാക്കാൻ സാധിക്കുന്നു. അപ്പൊ ഒരു പ്രത്യേകമായിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നു. അത് മാത്രമല്ല പരമ്പരാഗതമായിട്ടുള്ള കുറെ കാര്യങ്ങളോ ശീലങ്ങളോ ഒന്നും അവിടെ വരുന്നില്ല. പുതിയ ഒരു ജനറേഷൻ എന്നുള്ള രീതിയിൽ അല്ലെ, പുതിയൊരു എംപ്ലോയി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ കുറെ ആറ്റിറ്റ്യൂഡും മനോഭാവങ്ങളും ക്രിയേറ്റിവിറ്റി ഒക്കെയാണ് അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. സോ ചിലപ്പോൾ അത് ഗുഡ് ആവാം, കാരണം ഇച്ചിരി ബെറ്റർ അല്ലെ മെത്തേഡുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം, പക്ഷെ പുതിയ പുതിയ അറിവുകളായിരിക്കാം. സോ അതുകൊണ്ട് ചിലപ്പോൾ സ്പീഡിൽ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു കഴിവ് അദ്ദേഹം പ്രകടിപ്പിച്ചെന്ന് വരും. ആരെയും എന്താണ് ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ റെസ്പെക്ട് ചെയ്യുന്നവരൊക്കെ റെസ്പെക്ട് ചെയ്ത് പേടിക്കേണ്ടവരൊക്കെ പേടിച്ച് കൈകാര്യം ചെയ്യേണ്ട ആ ഒരു അവസരമൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും. എനിവേ അവർക്ക് അവരുടേതായ ക്രിയേറ്റിവിറ്റി അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. But such gains are needed to be analyzed against the competencies of a creative person as well as those who fail individually due to lack of active support by an experienced mentor. ഓക്കെ, അവിടെ നമുക്കറിയാം തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെ. ഒരു ജോലി എന്ന് പറയുമ്പോൾ ആ ജോലിയിലേക്ക് പുതിയൊരു എംപ്ലോയി വരുമ്പോൾ അവര് ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് വേണം എക്സ്പീരിയൻസ് നേടാൻ അല്ലെ. അതേസമയം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അദ്ദേഹത്തിന് കിട്ടുന്ന അറിവുകൾ അത് തീർച്ചയായിട്ടും കൂടുതലായിരിക്കും. ഈ പറഞ്ഞ മാതിരി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പകർന്നെന്ന് വന്നാലും എന്താണ് അവരുടെ എക്സ്പീരിയൻസുകളിൽ നിന്ന് അവർക്ക് കുറെ അറിവുകൾ കൂടി അവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും അല്ലെ. അത് വരുമ്പോൾ സ്വന്തം ക്രിയേറ്റിവിറ്റിയിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള അറിവുകളൊന്നും നേടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. The later ones generally lack the understanding of how to do their assigned work and how it will benefit to the organization. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം എങ്ങനെ ഇത് അല്ലെ ഈ വർക്കുകളൊക്കെ എങ്ങനെ ഇത് കൈകാര്യം ചെയ്തത്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ ഫിനിഷ് ചെയ്യണം, എത്ര സമയം എടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അവയർനെസ് കുറവായിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും അതിന്റെ ഓർഗനൈസേഷന്റെ അതിന്റെ ബെനിഫിറ്റ്സ് എങ്ങനെയായിരിക്കും എന്ന് പറയാനായിട്ട് പറ്റിയെന്ന് വരില്ല. കാരണം പുതിയ എംപ്ലോയി ആണ്, അവരുടെ ക്രിയേറ്റിവിറ്റി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട വരും അല്ലെ. അവരുടെ ക്രിയേറ്റിവിറ്റി ഒരുപക്ഷെ വ്യക്തമായിരിക്കാം ചിലപ്പോ അല്ലെ. ഈ പറഞ്ഞ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന്റെ ഒരു പിന്താങ്ങൽ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ രണ്ട് രീതിയിലുള്ള ഓറിയന്റേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. സീരിയൽ എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട്, ഡിസ്റ്റിങ്റ്റീവ് എന്ന് പറയുമ്പോൾ സ്വയം ഡെവലപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം സ്വയം ഡെവലപ്പ് ചെയ്യുന്നതിലും പ്രത്യേകതകളുണ്ട് അല്ലെ. പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചലഞ്ചസുകൾ എന്ത് വന്നാലും ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാവും. കാരണം അവര് സ്വയം തന്നെ ഡെവലപ്പ് ചെയ്തു. ഇപ്പൊ ഒരു കാര്യം ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും സപ്പോർട്ട് വേണം എന്നുള്ള ഒരു വാശി ഉണ്ടാവില്ല. കാരണം സ്വയം തന്നെ അവര് ചെയ്യാനായിട്ട് അല്ലെ തരപ്പെടുന്ന വ്യക്തിത്വമായതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ടാവാം. അതേസമയം മറ്റു തരത്തിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന്റെ അഭാവം കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങളും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ,
ഓക്കെയാണോ? സീരിയൽ ഡിസ്റ്റിങ്ക്റ്റീവ് ഓറിയന്റേഷൻ എന്താന്നുള്ളത്? ഇതിലും നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇന്ന് നോട്ട് ചെയ്ത് പോവാ. എന്താണ് രണ്ടിലും അതിൻ്റെതായ പ്രത്യേകതകളുണ്ടല്ലേ. ഡിസ്റ്റിങ്ക്റ്റീവ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് സീരിയൽ ഇൻഡക്ഷന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കുക. പിന്നെ അതില് പ്രധാനമായിട്ടും എന്താണ് സീരിയൽ ഇതില് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ആ ഒരു സെന്റൻസുകൾ നോക്കാം. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാവുന്നത് അല്ലെ. അദ്ദേഹം ഏതൊക്കെ രീതിയിൽ ഇവരെ വർദ്ധിക്കുന്നുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ട്യൂട്ടറായിട്ട്, ട്രെയിനറായിട്ട്, റോൾ മോഡലായിട്ട് ഒക്കെ ന്യൂ റിക്രൂട്ട്മെന്റ് പേഴ്സൺസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതേമാതിരി തന്നെ വിച്ച് ഓറിയന്റേഷൻ അത് പ്രൊമോട്ട് ചെയ്യുന്നു. എന്താണ് ക്രിയേറ്റീവ് ആൻഡ് ഇന്റൻസീവ് എഫേർട്ട് ഓഫ് ദ എംപ്ലോയി അല്ലെ. ഏത് ഓറിയന്റേഷൻ ആണ് അങ്ങനെ അവരുടെ പുതിയ സൃഷ്ടിയെയും അവരുടെ പുതിയ എഫേർട്ടിനെയൊക്കെ എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഡിസ്റ്റിങ്ക്റ്റീവ് ഇൻഡക്ഷൻ ആണ്. കാരണം അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങളൊന്നും പറഞ്ഞു തരാനായിട്ട് ഗൈഡ് ചെയ്യാനായിട്ട് നാട്ടിൽ അവർ സ്വയം തന്നെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇൻവെസ്റ്റ് എടുക്കാൻ സമയമില്ലല്ലേ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ആക്കിയിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പ്ലേസ്മെന്റും കൂടി ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഡൗട്ട് ഒന്നുമില്ല. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ചോദിക്കുന്നു ഓർത്തൊക്കെ ഞാനൊരു ലാസ്റ്റ് 5 മിനിറ്റ്സ് തരുന്നത്. എന്തെങ്കിലും ചോദിച്ചാൽ അന്ന് തന്നെ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.